എസ്തേർ 11-ാം അധ്യായം. മൊർദെഖായിയുടെ സ്വപ്നം. മഹാനായ അഹസ്വേരൂസിൻ്റെ 2-ാം ഭരണവർഷം നീസാൻ മാസം 1-ാം തീയതി ജായിറിൻ്റെ മകൻ മൊർദെഖായി ഒരു സ്വപ്നം കണ്ടു. ജായിർ ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷിൻ്റെ മകൻ ഷിമെയിയുടെ പുത്രനായിരുന്നു. സൂസാ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മൊർദെഖായി. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ യൂദാ രാജാവായ യക്കോണിയായോടൊപ്പം ജെറൂസലേമിൽ നിന്ന് കൊണ്ടുപോന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ. സ്വപ്നം ഇതായിരുന്നു: ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും, ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും. 2 ഭീകരസത്വങ്ങൾ പൊരുതാൻ ഒരുങ്ങി മുന്നോട്ട് വന്നു. അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്ക് എതിരെ യുദ്ധത്തിനൊരുങ്ങി. ഭൂമുഖത്തെ അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം. നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്നെന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി. പ്രകാശം വന്നു. സൂര്യൻ ഉദിച്ചുയർന്നു. എളിയവർ ഉയർത്തപ്പെട്ടു. ഉന്നതർ നശിപ്പിക്കപ്പെട്ടു. ദൈവം ചെയ്യാനുറച്ചിരിക്കുന്നതെന്തെന്ന് മൊർദെഖായി ഈ സ്വപ്നത്തിൽ കണ്ടു. ഉണർന്നപ്പോൾ അത് അവൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. അത് എല്ലാ വിശദാംശങ്ങളോടും കൂടെ ഗ്രഹിക്കാൻ അവൻ ദിവസം മുഴുവൻ ശ്രമിച്ചു. കർത്താവിൻ്റെ വചനം.